കൗമാര കലുഷിത ലോകത്ത് ഇതാ നന്മലഹരിയാക്കിയ ഒരു 22-കാരൻ. മരാത്തൂന്ന് സ്വദേശി നടത്തറ വീട്ടിൽ അബ്ദുൾ ഷെരീഫ് ഷാഹിറ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായ മുഹമ്മദ് അസ്ലം സത്യസന്ധതയുടെ കൂടി മഹാഗോപുരമാണ്. ഇനി ആ വാർത്ത അറിയാം. കഴിഞ്ഞ മാസം 25-ന് നടന്ന ഉത്രാളിപ്പൂരം മാരാത്തുകുന്ന് നടത്തറ വീട്ടിൽ 22-കാരൻ മുഹമ്മദ് അസ്ലമിന് ഒരിക്കലും മറക്കാനാകാത്ത ദിനം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫുഡ് ടെക്നോളജി 2ാം വർഷ വിദ്യാർത്ഥിയാണ് അസ്ലം. പരീക്ഷ കഴിഞ്ഞ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ സഹയാത്രികൻ നന്ദിപുലം കുമരഞ്ചിറമഠം 63-കാരൻ നാരായണന്റെ ജീവൻ രക്ഷിക്കാൻ അസ്ലം നടത്തിയത് വലിയ പോരാട്ടം. എന്നിട്ടും കരവലയത്തിൽ നിന്ന് മരണത്തിലേക്ക് വഴുതി വീണത് തീരാവേദന. ഉത്സവപ്രേമിയും നന്ദിപുലം സ്വദേശിയുമായ എഞ്ചിനീയർ 63-കാരൻ നാരായണൻ പൂരച്ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. അശ്വിനി ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും മുഖത്തിരുന്ന കണ്ണട നിലത്ത് വീണു. പാടൂക്കാട് എത്തിയപ്പോൾ ടിക്കറ്റ് നൽകാൻ കണ്ടക്ടർ തട്ടി വിളിച്ചു. എഴുന്നേൽക്കാതായപ്പോഴാണ് അപകടം മണത്തത്. യാത്രക്കാർ ചേർന്ന് ബസ്സിൽ നിന്നിറക്കി ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരുമില്ലാത്ത അവസ്ഥ. കൈവിടാതെ കരുതലായി അസ്ലം നിലകൊണ്ടു. കിട്ടിയ ഓട്ടോറിക്ഷയിൽ പാട്ടുരായ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയ്ക്കിടെ നാരായണൻ മരണത്തിന് കീഴടങ്ങി. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാരും സ്ഥിരീകരിച്ചു. മാരാത്തുകുന്ന് നടത്തറ അബ്ദുൾ ഷെരീഫ് ഷാഹിറ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനാണ് മുഹമ്മദ് അസ്ലം. പൊതുപ്രവർത്തനങ്ങളിൽ സജീവം. DYFI യൂണിറ്റ് സെക്രട്ടറിയാണ്. സത്യസന്ധതയുടെ വലിയ പ്രതീകം കൂടിയായി മാറിയിരിക്കുന്നു ഈ 22-കാരൻ. നാരായണന്റെ കയ്യിലുണ്ടായിരുന്ന തോൾ ബാഗിൽ നിറയെ പണമുണ്ടായിരുന്നു. 2 ATM കാർഡുകൾ, വിലപിടിപ്പുള്ള രേഖകൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു ബാഗിൽ. ഇത് തുറന്നു നോക്കുക പോലും ചെയ്യാതെയാണ് അസ്ലം സുരക്ഷിതമായി ആശുപത്രിയിൽ ഏൽപ്പിച്ചത്. നിറയെ യാത്രക്കാരുള്ള ബസിന്റെ ട്രിപ്പ് മുടക്കാൻ ബസ് ജീവനക്കാർ തയ്യാറാകാതിരുന്നപ്പോഴാണ് വിദ്യാർത്ഥിയുടെ ഈ മഹത്തര പ്രവർത്തനങ്ങൾ. നാരായണന്റെ ബന്ധുക്കൾ അസ്ലമിന്റെ വീട്ടിലെത്തി തങ്ങളുടെ വലിയ സ്നേഹം പങ്കുവച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, K നിർമ്മൽകുമാർ, M ജയകൃഷ്ണൻ, KP നന്ദകുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ബസ് കയറിയിരുന്നപ്പോൾ തന്നെ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത് ഫുള്ളാണ്. കൺസെഷൻ അല്ല, പുളിച്ചാരി കൊടുത്തിട്ട് വേണം എത്താൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളിങ്ങനെ കണ്ണടൊക്കെ നിലത്ത് വീണ് എടുക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്ന സീറ്റിൽ തന്നെ. അപ്പോൾ നിൽക്കുന്ന ചേട്ടനാണ് വന്നിട്ട് കണ്ണട വീണ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞു. ആള് വിളിച്ചപ്പോൾ സാധാരണ ഒരാൾ വിളിക്കണ മാതിരി വിളിച്ചു. ആളെ എനിക്ക് കാണാനില്ല. എന്നിട്ട് അത്യാവശ്യം കൈയൊക്കെ ഒന്ന് പിടിച്ച് ഫോഴ്സ് ചെയ്ത് വിളിച്ചു. അപ്പോഴും എനിക്ക് കാണാനില്ല. അപ്പൊ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽക്കണേ കണ്ടപ്പോൾ എന്ന് ചോദിച്ചാൽ എന്താ എനിക്കകത്തേന്ന് വിചാരിച്ചു. പിന്നെ ഉറക്കത്തിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിളിച്ചില്ല. ഇപ്പൊ ആൾ ഉറക്കത്തിലാണെങ്കിൽ വിളിച്ചിട്ട് ആളിനെ നമ്മൾ ചൂടായാലും വിചാരിച്ചിട്ട് നമ്മൾ വിളിച്ചില്ല. അതിന്റെ എന്നാലും കണ്ടപ്പോൾ വരുമല്ലോ. ആള് വന്നു. ഒരു 10:45 കഴിഞ്ഞിട്ടുണ്ടാവും, 11:45 കഴിഞ്ഞിട്ടുണ്ടാവും. 11:50 ടൈം ആയപ്പോഴാണ് വിയൂര് പാല കഴിഞ്ഞപ്പോഴാണ് വന്ന് വിളിക്കണം. വന്ന് വിളിച്ചിട്ടും എനിക്ക് കാണാനില്ല. അപ്പോൾ ആള് വേഗം വന്നിട്ട് വെള്ളം ഒഴിച്ചു നോക്കി. അത്യാവശ്യം എല്ലാവരും കൂടി വിളിച്ചു നോക്കി, എനിക്ക് കാണാനില്ല. അപ്പോൾ വെള്ളം വന്ന് ഒഴിച്ചു നോക്കിയപ്പോഴും കാണാനില്ല. പിന്നെ ആള് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാന്ന് പറഞ്ഞു. അപ്പം വേറെ ആൾക്കാർ മെഡിക്കൽ കോളേജിൽ പോകണ്ട, അത്രയും ദൂരം പോകാളല്ലേ, നമുക്ക് വിയൂര് ഇവിടെ ആക്കാന്ന് പറഞ്ഞു, ജയയില്. അപ്പോൾ പറഞ്ഞു ആരെങ്കിലും ഇറങ്ങി വെച്ചെങ്കിൽ ഇവിടെ ആക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങാം, ഇറക്കി തന്നാൽ മതി പറഞ്ഞിട്ട് ഞാനും വേറെ 2-3 ചേട്ടന്മാരെ കൂട്ടിയിട്ട് ഇറക്കി പാടൂക്കാട് നിന്ന് ഓട്ടോറിക്ഷയിൽ ജയക്ക് വന്നു. അവിടെ എത്തി അവിടെ ആക്കി. പിന്നെ കാര്യം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നിന്നപ്പോഴാണ് അപ്പം തന്നെ പറഞ്ഞു ആളിങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആരെങ്കിലും വരെ വെച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, കസിൻ ആരെന്ന് പറഞ്ഞിട്ട്. ആളെ കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്.